ഹലോ, വെൽക്കം ടു ഈസി ടിപ്സ്. ഇന്ന് ഞാൻ വളരെ ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ടിപ്പാണ്. ചകിരിച്ചോറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. ചകിരിച്ചോറിനെ കുറിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടും അറിയാം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, കൃഷി ചെയ്യുന്നവരുമാണ്. അപ്പോൾ ചകിരിച്ചോറിന് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ ഇനി വെള്ളത്തിൽ തൊണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചകിരിച്ചോറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ്. നമ്മുടെ തൊണ്ടുണ്ടല്ലോ, തേങ്ങ പൊതിച്ചതിന് ശേഷമുള്ള തൊണ്ടിനെ ചെറിയ ഒരു പീസുകളാക്കി എടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ ഈ കട്ടിയുള്ള ഭാഗം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല രീതിയിൽ അത് വലിച്ച് ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്കത് ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഫുൾ കട്ടിയുള്ള ഭാഗം പോകുമ്പം അതിങ്ങനെ വരും. അതിനെ നമ്മൾ നിലത്തോ എന്തെങ്കിലും ഒരു തടിക്കഷ്ണത്തിലോ വെച്ച് ഇങ്ങനെ നന്നായിട്ട് അതിനെ സാധാരണ ചുറ്റിയൽ കൊണ്ട് അടിക്കുമ്പം അത് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് അതിൽ നിന്ന് വിട്ടു വരും ചകിരി തൊണ്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ചുറ്റിയൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു വെട്ടുകത്തി വെച്ചിട്ട് നല്ല വെട്ടുകയാണ് ചെയ്യുന്നത്. അതിനെ വെട്ടുകത്തി വെച്ച് വെട്ടിയതിന് ശേഷം അത് കുറച്ച് വിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചകിരി ആ തൊണ്ടിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ വലിച്ചിളക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചിളക്കുമ്പം താഴെ ഇങ്ങനെ പൊടികളൊക്കെ വീഴുന്നുണ്ടോ, അതിനുള്ളിലെ ചോറിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അതിനെ ഇങ്ങനെ ചകിരിനെ പിച്ചി എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ അതിനെ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി തന്നെ എടുക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ചോറ് ഫുള്ള് നമുക്ക് നിലത്ത് വീണ് കിട്ടുകയുള്ളൂ. ഒരുവിധം ചോറ് നിലത്ത് വീണിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പോർഷനോടുണ്ട്. അതിനെ നമ്മൾ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും മുറിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കട്ടിയുള്ള ഭാഗമാണിത്. അപ്പോൾ അതിനെ ഈ കാണുന്നത് പോലെ വെട്ടുകത്തി വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട്. കണ്ടില്ലേ എന്ത് എളുപ്പത്തിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിക്കേ. അങ്ങനെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ആദ്യം നമ്മൾ നിലത്ത് വീണ ആ ചോറും ഈ കഷ്ണങ്ങളുമായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇറസുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അന്നേരം ആ കട്ടിയുള്ള ഭാഗവും ഈ ചോറും കൂടെ ചേർന്ന് നല്ല ഉരയുമ്പോഴത്തേക്ക് ഒരുപാട് ചകിരിച്ചോറ് വെളിയിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ചോറെല്ലാം പൊടിയായിട്ടുള്ള ചോറെല്ലാം അതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കുടഞ്ഞ് സെപ്പറേറ്റ് ആക്കുക. ചകിരിനെയും ചോറിനെയും സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് തൊണ്ട് കഷ്ണത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ചോറ് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ചെറിയൊരു കഷ്ണമാണ് കാണിക്കുന്നത്, അതിന് അത്രയും ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നല്ല മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. നല്ല കറുത്ത മണ്ണാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായ മണ്ണാണ്. അതിനെ ചകിരിച്ചോറുമായിട്ട് നല്ല മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. കണ്ടെയ്നറിൽ ആ ചകിരിച്ചോറും മണ്ണും കൂടെ നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഇഞ്ചി അതിലേക്ക് വെച്ചിട്ട് കണ്ടില്ലേ, 2 കഷ്ണം ഇഞ്ചി വെച്ചിട്ട് അതിന് മുകളിൽ വീണ്ടും മണ്ണിടാം, അല്ലെങ്കിൽ ഈ ചകിരിച്ചോറിടാം. നമ്മളിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഭയങ്കര മെലിശല്യം ആയതുകൊണ്ടാണ് നമ്മൾ അതിന് മുകളിൽ ഈ തൊണ്ട് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് റെഡിയാക്കിയിരിക്കുന്നത്.